എല്ലാവർക്കും അമ്മു സനൂസ് യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഇക്കലാലയം നിനക്കു നിത്യവും വസിച്ചിരം. ഹായ്, നല്ല സുഖമുണ്ടല്ലേ മിന്നു? അതെ അതെ, നല്ല സുഖമുണ്ടിരിക്കാൻ. എനിക്കും ഇഷ്ടമായി. എനിക്ക് നല്ല വിശപ്പുണ്ട് മിന്നു ചിന്നു. ഇവിടെ തട്ടുകട നടത്തുന്നുണ്ടോ നോക്കിയാലോ. ഹായ്, ഇതെന്താ ഇതിന് പറയുക? ഇതാണ് സ്ലൈഡ്. ഹായ്, അത് ചിന്നു കയറ്. ചിന്നു കയറ്. എനിക്കൊന്നും വയ്യ. ഇതിന്റെ പോലെ ഞാൻ തലത്തി വീണാലോ. ചിന്നുനെ പിന്നെ ഈസി ആയിട്ട് പോരാ. ഏതായാലും ചിന്നു കളിച്ചേക്ക്. ഞാൻ ഏതായാലും ഇവിടെ നോക്കി നിൽക്കാം. ഹായ്, നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാന്. ഞാനൊന്നും ഉരുളട്ടെ. അയ്യോ, ഞാൻ വീണേ. ഹായ്, ഇത് കണ്ടോ? മരവീട്. അതെ, മരവീട്. ഹായ്, നല്ല രസമുണ്ട് അല്ലേ? ചിന്നു അടുത്ത് അറിയോ? ഹായ്, എനിക്കിഷ്ടമായി ഇതോ. ഹായ്, ഇതാ തട്ടുകട ചേട്ടൻ. ഇതിൽ എന്തൊക്കെയുണ്ട്? എനിക്ക് എന്തെങ്കിലും തിന്നാൻ വേണം. ഒന്ന് വാങ്ങിത്തരാവോ? വാങ്ങിത്തരാലോ. ചിന്നും വേണട്ടോ. ഇതിൽ എന്തൊക്കെയുണ്ട്? വായിച്ചോക്കട്ടെ. ഇതില് ദോശ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, എഗ് ഫ്രൈ ഉണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്. നമുക്ക് ഒരു ദോശ ഓർഡർ ചെയ്താലോ? ഓർഡർ ചെയ്യേ. ഇതൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. 3 ദോശയും ചിക്കൻ ഫ്രൈയും. ചിക്കൻ വെച്ചിട്ടൊരു 3 പലഹാരം, 3 വിധത്തിൽ ചിക്കൻ ഉണ്ടാക്കാൻ പറയാം. എനിക്ക് ബ്രോസ്റ്റ് വേണം. ബ്രോസ്റ്റ്. ഓക്കെ. തട്ടുകട ചേട്ടാ, ഞങ്ങൾക്ക് ബ്രോസ്റ്റും ഈ അമ്മൂസേ ഒന്ന് വാ. എന്താ ചേട്ടാ? എൻ്റെ കയ്യിൽ മുറിയാ. ഇവിടെ ആണെങ്കിൽ ഗസ്റ്റ് ഒക്കെ വന്നു. ഞാൻ എന്തുണ്ടാക്കി കൊടുക്കും? എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും? അത് കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. താങ്ക് യു അമ്മൂസേ. അപ്പം ഞാനിവിടെ ഉണ്ടാക്കാനുള്ളതൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. ദോശമാവും മസാലപ്പൊടികളും അതുപോലെ തന്നെ എണ്ണയൊക്കെ ഉണ്ട്. അപ്പം ഇതാ 2 അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഒന്നിലേക്ക് ചീഞ്ചട്ടി ഒഴിച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും കൂടി ഒഴിച്ചു കൊടുക്കാവേ. മറ്റേ അടുപ്പ് ചൂടായി വരുന്ന വരെ കാത്തിരുന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ചിക്കൻ ആവശ്യമുള്ളതിട്ട് വറുത്തെടുക്കാം. എണ്ണ നല്ലോണം തിളച്ച് വരുമ്പോഴാണ് കേട്ടോ ഞാൻ ചിക്കൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ റെഡിയായി വന്നുകൊണ്ടിരിക്കുക. മറ്റേ അടുപ്പത്തെ എണ്ണ ചൂടാവുന്നില്ല, എന്താണെന്നറിയില്ല. നമുക്ക് മറ്റേ അടുപ്പത്തെ എണ്ണ ചൂടായി വന്നിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ ബ്രോസ്റ്റ് ഇട്ടായിരുന്നു. അത് വെന്ത് വന്നപ്പോൾ പാത്രത്തേക്ക് മാറ്റി. അപ്പോൾ അത് നമ്മുടെ ചിക്കനൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചിക്കൻ കോരിയെടുക്കാം. ഇതൊരു ഫുഡാണ് കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ചിക്കനൊക്കെ ഇട്ടൊന്ന് അരച്ചെടുത്ത ഒരു സ്പെഷ്യൽ പാപ്പയാണ്. ഇത് ഓരോന്നേശം ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ഇട്ട കുഴമ്പ് ഉപ്പ് പോലെ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചേശം ഇട്ടിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ അത് അടിപൊളിയായി വന്ന് ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇടുന്നത് നമ്മുടെ മറ്റേ തന്നെയാണ്. വേറെ ആയിട്ട് ഞാൻ ഇടുന്നത്. ഇനി നമുക്ക് ഓരോന്നേശിടാം. നല്ല രസമായിരിക്കും. മുളക് പൊടി കട്ടയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, മിന്നു പറഞ്ഞുകൊണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ ദോശ ഉണ്ടാക്കുന്നത് എടുത്ത് അതിലേക്ക് ഓയിൽ പുരട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ദോശ ഇടാം. ഞാൻ ഇപ്പോൾ തലക്കാലം പരത്തുന്നില്ല കേട്ടോ.
ഓക്കെ, നല്ലപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. മിന്നും കൂട്ടരും ഇവിടെ ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണേ. ഇത് ചിക്കൻ ബ്രോസ്റ്റ്, ഇത് ചിക്കൻ, ഇത് ദോശ, മുളക് ഉള്ളി ഇട്ടിട്ടുള്ള ദോശ, ഇത് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ പാപ്പ. ഹായ്, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് നല്ല ഇഷ്ടമായി. എന്ത് ടേസ്റ്റ് ആവല്ലേ. ഞാനിതെല്ലാം എടുത്ത് കഴിക്കാൻ പോവാം. നിങ്ങൾ എപ്പോഴാച്ച എടുത്ത് കഴിച്ചോ. ഇച്ചിതെല്ലാം വേണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.